ഡോക്ടറെ, എന്താണ് ഈ IBS ഒരു പരിഹാരം? ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക? അപ്പോൾ IBS എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, സ്ട്രെസ് ടെൻഷനൊക്കെ വരുമ്പോൾ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി, മോഷൻ പോയാലും നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നതാണ് IBS. അപ്പോൾ നമുക്കറിയാം പ്രോബയോട്ടിക്സ് ഉപയോഗിച്ച് നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഏത് ടൈപ്പിന് ഏത് പ്രോബയോട്ടിക് എങ്ങനെ കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് 2 തരത്തിൽ IBS ഉണ്ടാവുന്നുള്ളത്. ഒന്ന് കോൺസ്റ്റിപ്പേഷൻ ഡോമിനന്റ് IBS, അവർക്ക് മലബന്ധമായിരിക്കും, സ്ട്രെയിൻ ചെയ്ത് മോശം പോകേണ്ട ഒരു അവസ്ഥ. മറ്റൊന്ന് ഡയറിയ ഡോമിനന്റ് IBS, അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് ലൂസായിട്ട് സ്റ്റൂൾ പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇതിൽ ഈ കോൺസ്റ്റിപ്പേഷൻ ഡോമിനന്റ് IBSന് നമ്മൾ കൊടുക്കുന്നത് ബിഫിഡോ ബാക്ടീരിയം അടങ്ങുന്ന ടൈപ്പ് പ്രോബയോട്ടിക് ആണ്. ഇനി ഡയറി ഡോമിനന്റ് ആണ്, ലൂസ് സ്റ്റൂളാണ് അവരുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ, അത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ 5-6 വട്ടമൊക്കെ പോകുന്നതാണ് അവരുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അവർക്ക് എസ് ബോൾട്രാഡി ടൈപ്പ് പ്രോബയോട്ടിക് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് പ്രോബയോട്ടിക്കിന്റെ കൂടെ അതിന് വളരാനായിട്ട് നമ്മൾ പ്രീബയോട്ടിക് ഫൈബർ കഴിക്കേണ്ടത്. എന്താണ് പ്രീബയോട്ടിക് ഫൈബർ എന്ന് പറഞ്ഞാൽ, ഈ ഗട്ട് ബാക്ടീരിയം നന്നായിട്ട് നറിഷ് ചെയ്യണം, നന്നായിട്ട് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്രീബയോട്ടിക് ഫൈബർ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ചെടിക്ക് വളമിട്ട് അതിനെ വളർത്തുന്നത് പോലെയാണ് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പേർക്കും IBSന്റെ കൂടെ തന്നെ നമുക്ക് ഗ്യാസ്, ബ്ലോട്ടിങ്, അസിഡിറ്റി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് അവിടെ ദഹനരസത്തിൻ്റെ കുറവും വയറിലുണ്ട്. ദഹനരസം എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് കേട്ടോ. ആമിലേസ്, ലിപ്പേസ്, പ്രോട്ടീസ് പോലുള്ള എൻസൈംസിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് നികത്താനായിട്ട് ഞാൻ സപ്ലിമെന്റ് ഫോമിൽ ഡൈജസ്റ്റീവ് എൻസൈം കൂടെ കൊടുത്തതിനെ ട്രീറ്റ് ചെയ്ത് പോകാറാണ് ചെയ്യാറുള്ളത്. 3 കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ ഷുഗറാണ്. പഞ്ചസാര ചേർന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് 2 മാസത്തേക്ക് ഒഴിവാക്കുക. കാരണം നമ്മൾ മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഈ ബാഡ് ബാക്ടീരിയയും ഫംഗസും ഒക്കെ വളരാനായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന പോലെയാണ്. ഗ്ലൂക്കോസ് എടുത്ത് കഴിച്ചത് പെട്ടെന്ന് മൾട്ടിപ്ലൈ ആവും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ പാല്, ഗോതമ്പ്, പാൽ ചായ, പാൽ കോഫി, മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം. ഗോതമ്പ് എന്ന് പറയുമ്പോൾ പരോട്ട, പൂരി, ചപ്പാത്തി, ബ്രെഡ്, ബന്ന്, ബിസ്ക്കറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് 2 മാസത്തേക്ക് ഡയറ്റിൽ നിന്ന് ഒഴിവാക്കി ഈ പറയുന്ന കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് IBS റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്.